അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന കാരണം അമിതമായ ക്ഷീണം, തളർച്ച. ഇന്നെല്ലാവരിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ക്ഷീണവും തളർച്ചയും. അമിതമായ ക്ഷീണം കാരണം വീട്ടിലെ ജോലികൾ പൂർത്തീകരിക്കാൻ സ്ത്രീകളായ നമ്മൾക്ക് വലിയ പ്രയാസമാണ് ചിലപ്പോഴൊക്കെ. എപ്പോഴും കിടന്നാൽ മതി, ഇരുന്നാൽ മതി അങ്ങനത്തെ ചിന്തയാണ്. എപ്പോഴും ഉറങ്ങണം, കിടക്കണം എന്ന ചിന്ത. എത്രയൊക്കെ ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരും. സ്ത്രീകൾക്കാണ് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടുന്നത്. പുറത്തു പോയി ജോലി ചെയ്യും, വീട്ടിൽ വന്ന് ജോലിയും ചെയ്യുമ്പോൾ ഒരുപാട് ക്ഷീണം നമ്മളെ അലട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ അമൽ. അമിതമായ ക്ഷീണവും തളർച്ചയുള്ളവർ ഈ അമൽ ചെയ്യുക. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ മനോഹരമായ ഒരു നാമമാണ് ഈ നാമം. യാ മുഖീത്ത് യാ അല്ലാ, യാ മുഖീത്തു യാ അല്ലാ. അർത്ഥം തന്നെ വളരെ മനോഹരമാണ്. എല്ലാ സൃഷ്ടികൾക്കും ഉപജീവനവും പോഷണവും നൽകുന്നവനെ, അല്ലെങ്കിൽ എല്ലാവരെയും പരിപാലിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നവനെ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം യാ മുഖീത്ത് യാ അല്ലാ എന്ന നാമം 70 തവണ ഈ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ നല്ല ക്ഷീണവും തളർച്ചയും ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ 70 തവണ യാ മുഖീത്ത് യാ അല്ലാ, യാ മുഖീത്ത് യാ അല്ലാ എന്ന് ഓതി കുടിക്കുക. അപ്പോൾ ക്ഷീണം വളരെ മാറിക്കിട്ടുന്നതാണ്. എല്ലാവരും ശ്രമിച്ച് നോക്കും. അശുദ്ധിയുള്ളപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ദിക്ർ. വെള്ളത്തിൽ മന്ത്രിച്ചോതി കുടിക്കുകയും വീട്ടിലെ പണികൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ മറക്കരുത്. ഈ ഇസ്മിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ആഹാരവും ഉപജീവനവും നൽകുന്നവൻ, ഓരോരുത്തർക്കും അവർക്കാവശ്യമായത് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നവൻ, തൻ്റെ സൃഷ്ടികളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ, ശരീരത്തിനും ഹൃദയത്തിനും ആത്മാവിനും ആവശ്യമായ അനുഗ്രഹം നൽകുന്നവൻ. അതാണ് മുഖ്യം. ശരീരത്തിനും ഹൃദയത്തിനും ആത്മാവിനും ആവശ്യമായ അനുഗ്രഹം നൽകുന്നവൾ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ക്ഷീണം, തളർച്ച, ഇതൊക്കെ നമ്മുടെ ഊർജ്ജമൊക്കെ നൽകുന്നതിന് വേണ്ടിയും അള്ളാഹുവിന് ചെയ്യുന്നതാണ് ഈ ഇസ്മ. ഈ നാമം ചൊല്ലിയതിന് ശേഷം ഇങ്ങനെ ദുആ ചെയ്യുക. യാ മുഖീത്ത് യാ അല്ലാ, എൻ്റെ റിസ്കിൽ ബർക്കത്ത് നൽകണമേ, എൻ്റെ കുടുംബത്തിന് ഹലാലായ ഉപജീവനം നൽകണമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണമേ, ആമീൻ. അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങൾ ഉപയോഗിച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ ഫലം കിട്ടും. ദുആ ചെയ്താൽ അതിന് ഫലം കിട്ടും.